കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറയും. നമ്മളൊരു 5 കൊല്ലം ഇരുന്ന ഗവർണർ അദ്ദേഹത്തെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണല്ലോ ഈ കാര്യമൊക്കെ. 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു ടേം പൂർത്തിയാക്കുക. ഇനി ഫർദറായിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കംഫർട്ടബിളാണ്. അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യം ചെയ്യാതെ പോയി. അപ്പോൾ ഇനി നീട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. നമ്മളല്ല ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്, രാഷ്ട്രപതിയുടെ തീരുമാനം. അതിന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നമ്മളെന്തിനാ തടസ്സം പറയുന്നു. ഈ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗവർണറെല്ലാം പൊതുക്കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ചില ഗവർണേഴ്സ് അങ്ങനെ വേണമെന്നില്ല. അവർ യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾ ആ നിലയിൽ ഇതിനെ കാണുകയുള്ളൂ. അതേസമയം പബ്ലിക് സ്പേസുള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ. അതുകൊണ്ട് പൊതുക്കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് എല്ലാ അഭിപ്രായങ്ങളുമുണ്ട്. ആ അഭിപ്രായത്തിനോട് എല്ലാത്തിനോടും നമ്മൾ യോജിക്കണമെന്നില്ല. നമുക്ക് വിയോജിപ്പുള്ളതുണ്ടാകാം. വിയോജിപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എതിർപ്പില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതി തീരുമാനിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം രാഷ്ട്രപതി എടുക്കേണ്ട തീരുമാനം അത് അവിടെ നിന്ന് വരട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊന്നും പറയും. ഇദ്ദേഹത്തിന് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അതോറിറ്റി ആരാണ്? അതോറിറ്റി രാഷ്ട്രപതി. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തിന് തുടരാൻ പറ്റുകയാണെങ്കിൽ തുടർന്നോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എടുത്ത ചില നടപടികളുടെ ജനങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളുടെ ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. അദ്ദേഹം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം മാറി ചിന്തിച്ചു. അദ്ദേഹം ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്തെടുത്ത ചില നടപടികൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗ ശുദ്ധീകരണത്തിന് വിനിയോഗിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. സർക്കാർ ഗവർണറെ തടയുന്നതിന് വേണ്ടി ആളിനെ പറഞ്ഞു വിട്ടില്ലേ? വഴിയെ പറ്റി പിടിച്ചു നിർത്താൻ നോക്കിയില്ലേ? പ്രതിഷേധ പ്രകടനം നടത്തിയില്ലേ? അതൊക്കെ ഒരു സർക്കാരിൻ്റെ ഭൂഷണമാണോ? അപ്പോൾ ഒരു ഗവർണർ ഉണ്ടെങ്കിൽ ഗവർണർക്ക് തൃപ്തികരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ആ ഗവർണറുടെ കേരള സംസ്ഥാനത്തെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാരാ? ഗവൺമെൻറ്. ആ ഏറ്റെടുക്കേണ്ട ആളുകൾ തന്നെ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചാൽ എന്താ ചെയ്യുക? അപ്പോഴെന്താ? ഇവിടെ തടിയുടെ വളവിലും ഉണ്ട്, പണിക്കാരൻ്റെ പണിയിലും ഉണ്ട് പ്രശ്നം. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്താണല്ലോ ഗവർണറായിട്ട് വെച്ചത്. അവിടെ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം എടുത്ത ചില നടപടികളെ ശ്ലാഘിച്ചുകൊണ്ട് ചില ആളുകൾ കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. കേരളത്തിൽ സത്യം പറഞ്ഞ 4-5 സ്ഥലത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. അന്ന് സ്വീകരിച്ചിരുന്ന ആളുകൾക്ക് ഇന്നെന്താ വിയോജിപ്പ്? അന്ന് അദ്ദേഹത്തിന് കേരളത്തിലൊട്ടാകെ സ്വീകരണം കൊടുത്തല്ലോ. അന്നപ്പോൾ രാജീവ് ഗാന്ധിയായിട്ട് തെറ്റി വന്നതുകൊണ്ട് ഇവർക്കിവിടെ സ്വീകരണം എന്ന് പറയാം. അത് നെഗറ്റീവ്സാണ്. ആ നെഗറ്റീവിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത്. അന്ന് സ്വീകരിച്ചവർ പിന്നെ എന്ത് കാര്യത്തിലാണ് ഇപ്പം എതിർപ്പ് പറയുന്നത്? സർവകലാശാല വൈസ് ചാൻസലർമാരുടെ അപ്പോയിൻമെൻറ്റ് അതിനകത്ത് ശുപാർശയായിട്ട് പോയി എന്നുള്ളതിൻ്റെ പ്രോ ചാൻസലർക്കെതിരായിട്ടുണ്ടായ ആക്ഷേപം. അങ്ങനെ ഒരു ശുപാർശ പറയുന്നത് ശരിയാണോ? പ്രോ ചാൻസലർ പോയിന്റിൽ ഇരിക്കുന്ന ഒരാൾ, ആ അധികാരം വിനിയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു ശുപാർശ തുണ്ടുമായിട്ട് ഗവർണറുടെ മുമ്പിൽ പോകുന്നത് ശരിയാണോ? ചെന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹവും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗവർണറെ കൈകാര്യം ചെയ്യേണ്ട രൂപം അത് ഭരണഘടനാപരമായിരിക്കണം. ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കേണ്ടത്. അപ്പം ചില കാര്യങ്ങൾ ശുപാർശ ചെയ്യണം, അപ്പം ഗവർണർ നല്ലതാണെന്ന് പറയുക. ചില കാര്യങ്ങളിൽ ഗവർണറുമായിട്ട് ഫൈറ്റ് ചെയ്യുക, അതുകൊണ്ടൊന്നും കാര്യം ശരിയാകില്ല. ഇത് രണ്ടുമില്ലാതെ ഒരു ക്ലാരിറ്റിയോടുകൂടിയ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെൻറ് എടുത്തിരുന്നു എങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണകരമായി.